അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈദ് വ്ളോഗുമായിട്ടാണ്. ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതിൽ നമ്മൾ ഇതിന് വേണ്ടിക്ക് വാങ്ങിയ ഡ്രസ്സ് കാണിച്ചു തരാം. എപ്പോഴും പറയലുണ്ട് ഇതാവുമ്പോൾ ഉമ്മയും നമുക്ക് എടുത്തിരുത്തുണ്ട്, എനിക്ക് എടുത്തിരുത്തുണ്ട്. അങ്ങനെ ഉമ്മ എടുത്തുന്ന ഡ്രസ്സാണ് ഇത്. ഈ പ്രൈസ് ഇതിനില്ലേ ഞാനും മക്കളും ഒരുപോലെ വേറെയാണെന്നെല്ലാം വിചാരിച്ചിട്ട് ഒരു കഫ്താൻ ടൈപ്പ് ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിനെ. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിനെ. ഈ പ്രൈസ് നമ്മുടെ ഈദ് ഡ്രസ്സ് ഇതാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം മാഷാഅല്ലാ കുറേ ഓർഡേഴ്സ് അതിന് വന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളതിലുള്ള സ്റ്റോക്കെല്ലാം തീർന്ന് പിന്നെ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് പിന്നെ ഹോൾസെയിലേഴ്സിനോട് ചോദിച്ചാൽ ആ ഒരു ഐറ്റം ഉണ്ടോ. അപ്പോൾ ആരെയുമേലും ഉണ്ടായിട്ടില്ല. എന്നിട്ടിൽ പ്രീ ബുക്ക് ചെയ്തവർക്കെല്ലാം നമ്മളങ്ങ് മാറ്റി വെച്ച് ആ ഡ്രസ്സ് കൊടുക്കേണ്ട വന്നിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത ഐറ്റം ഉണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ഉമ്മ എടുത്തന്ന ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ. നമ്മൾ വേറെ ഇത് നല്ല ഭംഗിയുണ്ട്. ഉമ്മക്ക് അത്യാവശ്യം എൻ്റെ പാത്രങ്ങളായാലും ഡ്രസ്സും കാര്യങ്ങളെല്ലായാലും അത്യാവശ്യം ഉമ്മ തന്നെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് മൈസക്കും മൻഹക്കും വേണ്ടിക്ക് ഉമ്മ അങ്ങനെ എടുത്തു തന്നതാണ്. രണ്ടാക്കും സെയിം ആണ് കേട്ടോ. രണ്ടാക്കും ആ ഒരു വൈറ്റിൽ തന്നെയാണ്. ഇത് ഞാൻ കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയ ഒരു ഐറ്റമാണ്, അങ്ങനെ എടുത്തു വെച്ച ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഡ്രസ്സാണ് സെയിം തന്നെയാണ് മൈസക്കും മൻഹക്കും വേണ്ടിക്കുള്ളത്. പിന്നെ ഇത് മുഹമ്മദിന് വേണ്ടിക്ക് ഉമ്മ എടുത്തു കൊടുത്ത ഐറ്റമാണ്. പിന്നെന്താ ഇത് എന്താ പറയുക, നമ്മളങ്ങനെ എടുത്തു കൊടുത്തത്. ഇക്ക ഒരു 2 മാസം മുന്നേ തിരുവനന്തപുരം അങ്ങനെ പോയാലും ഇക്കാക്ക് ഒരു ബ്രൗൺ കളറിൽ ഷർട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ സെയിം ആയിട്ട് മുഹമ്മദിന് വേണ്ടിക്ക് അങ്ങനെ എടുത്ത ഒരു ഐറ്റം വന്നത്. പിന്നെ ഇതെനിക്ക് ഉമ്മ എടുത്ത് തന്നതാണ്. ഇതൊരു അറേബ്യൻ സ്റ്റൈൽ ഒരു എന്താ പറയുക ഒരു അബായലം പോലത്തെ ഒരു ഐറ്റമാണ്. അറബ്സിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അവർ വേറെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാർഫൊന്നും കുത്താണ്ട് ഹെയറെല്ലാം കാണിച്ചിട്ട് അങ്ങനെ വേറെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇടുമ്പം നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ സ്കാർഫ് ചെയ്യുമ്പം ഹെയർ ചെറുതായിട്ട് കണ്ട് കമ്മലെല്ലാം കാണുന്ന രീതിയിൽ സ്കാർഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയുണ്ടാവും. പക്ഷേ മൊത്തം കവർ ചെയ്ത് സ്കാർഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് വേറെ ചെയ്തിട്ട് കാണാൻ വലിയ ഭംഗിയില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഹെവി വർക്കാണ്. എന്നുണ്ടെങ്കിൽ ഇത്രയും വർക്കുള്ള ഐറ്റംസ് ഇടാൻ ഇഷ്ടം കുറവാണ്. പക്ഷെ ഉമ്മാൻ്റെ ഇഷ്ടത്തിന് ഉമ്മ എടുത്താന്നതല്ലേ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്കാർഫ് ചെയ്യുമ്പം അത്ര എനിക്ക് ഭംഗിയായിട്ട് തോന്നില്ല. അങ്ങനെ നമ്മളെന്തായാലും സ്കാർഫ് ചെയ്തിട്ടല്ലേ യൂസ് ചെയ്യൂ, ഹെയർ ഒന്നും കാണാണ്ട്. അങ്ങനെ പിന്നിതാ ഞാൻ പറയട്ടില്ലേ, എൻ്റെ കഫ്താൻ ടൈപ്പ് ഡ്രസ്സ് ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട വന്നിട്ടുണ്ടായിന് പ്രീ ബുക്ക് ചെയ്തവർക്കെല്ലാം, എൻ്റെ മക്കളതും. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള സൽവാർ മെറ്റീരിയലിൽ നിന്ന് ഒരു സൽവാർ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ട് അങ്ങനെ ഇത് എടുത്തിട്ടുണ്ടായിനെ. ഇത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ, നമ്മളിതൊരു വീഡിയോ ചെയ്തിട്ടില്ല, അടിപൊളി ഐറ്റമാണ്. അങ്ങനെ അപ്പം ഇതെല്ലാം ഒന്ന് ഈദ് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതാ രാത്രി ഇപ്പോൾ ഒരു 1:30 മണിയായിട്ടുണ്ടാവും. ഞാൻ മെഹന്തി ഇടലാണ്. മക്കൾ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരുമിച്ചിട്ട് അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചിട്ട് അങ്ങനെ മെഹന്തി ഇടലാണ്. അപ്പം ഞാനില്ലേ എൻ്റെ വീട്ടിലത്തെ തുടക്കലും അടിക്കലും പിന്നെന്താ മട്ടനും എന്താ പറയുക ചിക്കനും കാര്യങ്ങളെല്ലാം കഴുകി ഉള്ളിയും ബിരിയാണിക്കൊക്കെയുള്ള ഉള്ളിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിതാ പണിയെല്ലാം തീരുമ്പോഴേക്കും ഒരു 1:30 മണിയായിട്ടുണ്ടാവും. അങ്ങനെ മെഹന്തി ഇടലാണ്. ഞാനില്ലേ മെഹന്തി ഇടണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ കിടക്കാൻ പോയതാണ്. അപ്പം മുഹമ്മദ് പറഞ്ഞു മമ്മ എന്തായാലും മെഹന്തി ഇടണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക മൈസിയും മൻഹെല്ലാം മെഹന്തി ഇട്ടിനല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ഞാനും ഓനും അങ്ങനെ ഇരുന്നിട്ട് മെഹന്തി ഇടലാണ്. എനിക്കില്ലേ അതിൻ്റെ എന്താ പറയുക അണിഞ്ഞൊരുങ്ങിയിട്ടെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക ഞാനിപ്പോൾ ഒരു മാക്സിലിട്ട് എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ഉണ്ടാകുമ്പം പണി ഉണ്ടാകുമ്പം ഞാൻ വേഗം നമ്മൾ ഡ്രസ്സ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇവരെല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പില്ലേ ഓനെന്നോട് വേഗം സ്പീഡിൽ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഹെയറെല്ലാം സ്ട്രെയിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ടൈമും ഇങ്ങനെ ഹെയറെല്ലാം കാണിച്ചിട്ടെല്ലാം ഷാളൊന്നിടാണ്ടിരിക്കാനെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഭംഗിയെന്നെല്ലാം പറയും. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് മാഷാഅല്ലാ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നലുണ്ട്. കാരണം നമ്മളത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര കെയറിങ് ആയിരിക്കും ഉമ്മമാരോട്. അതുപോലെ തന്നെ ഓന് ഇക്കാൻ ഇർഫാനാന്നാണ് വിളിക്കൽ. അതുകൊണ്ട് ഇക്കാനോട് എന്തും എന്നെ പറ്റിയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഓന് ഇർഫാൻ അങ്ങനെ പറഞ്ഞ് എന്താ പറയുക ഇക്ക പഠിക്കാൻ പറയും. ഞാനങ്ങനെ പഠിക്കാൻ പറയുമൊന്നും ചെയ്യില്ല. ഞാൻ ഭയങ്കര എനിക്കിങ്ങനെ ഞാൻ കുട്ടികളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാനിരുത്തിയോ പഠിപ്പിക്കാൻ പറയുമൊന്നും ചെയ്യില്ല. അപ്പോൾ ഇക്ക ഇങ്ങനെ എക്സാം വന്ന് പഠിക്കുന്നെല്ലാം പറയുമ്പം പറയും എന്നോട് വന്നിട്ട് ചോദിക്കൂ
എന്താ പറയുക, അമ്മ പഠിച്ചോട്ടെ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ചോദിക്കും, പഠിക്കണം കളിച്ചോട്ടെ എന്നെല്ലാം ചോദിക്കേ. ഞാൻ പറയും കളിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് ഇക്കാനോട് പോയിട്ട് പറയും, വീണ്ടും ഒക്കെ ഇങ്ങനെ അറിയൂലേ പഠിക്കും മുഹമ്മദ് എന്ന് പറയുമ്പോൾ പറയും ഇർഫാന അറിയുന്നു പഠിക്കണ്ടെന്ന്. അങ്ങനെ ഇക്കാനോട് എന്തോ എന്നെ കുറിച്ചിട്ട് പറയുമ്പം ഓന് ഇർഫാന എന്ന് പറയും. അതെല്ലാം കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ പിന്നെന്താ ഇനിയിപ്പില്ലേ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ആൺകുട്ടികളിലുള്ള ഉമ്മമാർക്ക് ഈ ഒരു ഏജിലുള്ള ഉമ്മമാർക്ക് നല്ല രസമാണ് അവരെ ആ ഓരോരോ കാര്യങ്ങൾ കാണാൻ വേണ്ടിക്കും അവരെ സംസാരം കേൾക്കാൻ വേണ്ടിക്കും വലിയ ആളെപ്പോലെ നമ്മൾ പേര് വിളിക്കും. കൂടുതൽ സ്നേഹം തോന്നുന്ന സമയം വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മെല്ലാം തരും. ഭയങ്കര കെയറിങ് ആണ് മാഷാ അല്ലാ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഞാൻ മെഹന്തി ഇടുന്നത്. അതാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോടും കൂടി ഷെയർ ആക്കിയത്. പിന്നെന്താ അവർ വലുതായി കഴിഞ്ഞാൽ നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ കുഞ്ഞിലായിരിക്കുമ്പോഴല്ലേ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റൂ. കുട്ടികൾ വേഗം വളരൂലേ അങ്ങനെ. പിന്നെന്താ ഞാനില്ലേ 2 കയ്യിലും അങ്ങനെ മെഹന്തിയും കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. അയൺ ചെയ്യലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടതിന്. കാര്യം ഞാൻ തലേദിവസം തന്നെ എല്ലാ പണികളും ഒരുക്കി വെക്കും. പിറ്റേ ദിവസം രാവിലെ വേഗം തന്നെ പണിയും കാര്യങ്ങളും ഒക്കെ പള്ളിയിൽ പോയിട്ട് വരുന്നതിനുള്ളിൽ ഫുഡും കാര്യങ്ങളെല്ലാം റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കലുണ്ട്. സ്ത്രീകൾ അധികവും ചിലർ ഹൗസ് വൈഫായിരിക്കും, ചിലരാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് മോമായിരിക്കും. അപ്പോൾ ഇങ്ങനെല്ലാം കാര്യങ്ങൾ എല്ലാം മാനേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ പാരൻസ് എന്താ പറയുക കുട്ടികളുള്ള ഉമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു കാര്യമായിരിക്കും നമ്മളെ കുട്ടികളുടെ പഠനവും അവരുടെ ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇത് കുട്ടികളിലുള്ള ഉമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ വീട്ടിലത്തെ പണിയും ഫുഡ് ഉണ്ടാക്കൽ ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മൾ രാത്രിയാകുമ്പോഴേക്ക് നല്ലോണം ടയർഡാവും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഒന്നിനും സമയം ഉണ്ടാവില്ല. അങ്ങനെ പല സിറ്റുവേഷനിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും നമ്മളിൽ പലരും. നേരില്ലേ നമ്മൾ കുട്ടികളുടെ പഠനത്തിനെ പറ്റിയിട്ട് അധികവും നമുക്ക് ടെൻഷനായിരിക്കും. അവരെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ അവരുടെ പഠന കാര്യത്തിൽ കുറച്ചുകൂടി അവർക്ക് ഹെൽപ്പ് കൊടുക്കാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിക്ക് എന്താ ചെയ്യേണ്ടി എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അധിക പാരൻസ് ഉണ്ടാവുക. എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും വീഡിയോ എല്ലാമായിട്ട് ഞാൻ നല്ല ബിസിയാണ്. അതുകൊണ്ട് തന്നെ ഞാനില്ലേ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സസ്സാണ് കേട്ടോ അമ്മക്കൊക്കെ കൊടുക്കുന്നത്. സ്കൂളിന് പുറമെ നല്ലൊരു അക്കാദമിക്കലി നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല അറ്റൻഷൻ കിട്ടണമെന്നെല്ലാം കാക്ക് നല്ല നിർബന്ധമുള്ള ഒരാളാണ്. അപ്പം ഞാനും ബിസിയെല്ലാം ആകുമ്പം കുട്ടികളുടെ പഠന കാര്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻ്റർവെല്ലിൽ ചൂസ് ചെയ്തത് കേട്ടോ. പ്ലസ് വണ്ണിലാണ്, അടുത്ത വർഷം +2 മാഷാല്ലാ 10th അവൾക്ക് നല്ല റിസൾട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിന്. ഇപ്പോൾ ഞാൻ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. കാര്യം +1 +2 റിസൾട്ട് ഒരുമിച്ചല്ലേ ഉണ്ടാവുക. കുട്ടികളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ വൃത്തിയെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ ദേഷ്യം പിടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യമില്ലേ ചില കുട്ടികൾക്ക് ബേസിക് ഇഷ്യൂ കാരണമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് പഠിച്ചിട്ട് മുന്നേറാൻ പറ്റാത്ത. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഒരു കോൺഫിഡൻസ് കുറവെല്ലാം ഉണ്ടാവും എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വർക്കിംഗ് വുമണെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഹൗസ് വൈഫെല്ലാം ആണെന്നുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാനിരുത്തി കഴിഞ്ഞാൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാത്ത പ്രശ്നമായിരിക്കും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ളവരെല്ലാം ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പഠന കാര്യത്തിൽ കുട്ടികൾക്ക് തന്നെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ മാറും. അപ്പം ചെറിയൊരു ബേസിക് ഇഷ്യൂവിൻ്റെ പ്രശ്നമായിരിക്കും, അത് നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തിട്ട് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം കുട്ടികൾക്ക് തന്നെ പഠനത്തിനോട് ഇൻട്രസ്റ്റ് വരും, നല്ല റിസൾട്ട് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. ഇപ്പം പാരൻസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും കുട്ടികൾക്ക് ഏതെല്ലാം സബ്ജക്റ്റിലാണ് കുഴപ്പം, എന്തെല്ലാമാണ് ആ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നെല്ലാം. അപ്പം നമ്മൾ എക്സാം ടൈമിൽ 1-2 ദിവസം മുമ്പേ ഇരുത്തി പഠിപ്പിക്കുക, ദേഷ്യം പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. കുട്ടികൾക്ക് എന്തായാലും അങ്ങനെ നമ്മൾ പഠിപ്പിച്ചിട്ടൊന്നും അവർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. കാര്യം മുഴുവൻ പാഠഭാഗങ്ങളും കുട്ടികൾക്ക് പഠിച്ചെടുക്കാനും പറ്റില്ല ആ ഒരു സമയം കൊണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈം അവർക്ക് കൊടുക്കേണ്ട ട്യൂഷൻസ് ക്ലാസ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, നമ്മൾ പാരൻസ് എന്ന രീതിയിൽ. ഞാനിപ്പം ഇൻ്റർവെല്ലിലാണ് കേട്ടോ മോളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയില്ലേ മക്കളുടെ പഠന കാര്യത്തിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യലുണ്ട്. കാര്യം നമ്മൾ പണിയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം, മക്കളുടെ പഠനവും നോക്കണം, എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും. ഇപ്പം അൽഹംദുലില്ലാ എൻ്റെ പണികൾ എനിക്ക് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മോളുടെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്. business idea into system. ഇപ്പം ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് നമ്മൾ ട്യൂഷനായിട്ടാണ് കേട്ടോ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന. നമ്മൾ ഇൻ്റർവെല്ലിൽ ആദ്യം ജോയിൻ ചെയ്ത് കഴിഞ്ഞാലില്ലേ ഇൻ്റർവെല്ലിൽ നേരെ അഡ്മിഷൻ എടുക്കല്ല കേട്ടോ ചെയ്യൽ. ആദ്യം അവർ ഒരു പ്രോപ്പർ ഇവാലുവേഷൻ നടത്തും. എവിടെയാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ളത്, എവിടെയാണ് വീക്കായിട്ടുള്ളത്, അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എവിടെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ അവർ ആദ്യം ഒരു ഇവാലുവേറ്റ് ചെയ്യും, കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ഇപ്പം ബേസിക് ഇഷ്യൂ ഉള്ള കുട്ടികളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യലാണ് കേട്ടോ. അവരുടെ നീഡിനനുസരിച്ചിട്ട് കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് ഇഷ്യൂ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ മറ്റ് ക്ലാസ്സിലേക്ക് ഇവർ പോവുകയും ചെയ്യും കേട്ടോ. ഇപ്പം സ്കൂളിലാണെന്നുണ്ടെങ്കിൽ 30-40 കുട്ടികളുണ്ടാവും. ഒരു ടീച്ചർക്ക് എല്ലാവർക്കും ഒരുപോലെ അറ്റൻഷൻ കൊടുക്കാൻ കഴിയണമെന്നില്ല. ഇപ്പം കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾ കളിയാക്കുമോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു പേടി കാരണമൊന്നും കുട്ടികൾ അത്രയും കുട്ടികളുള്ള ക്ലാസ്സിൽ ടീച്ചേഴ്സിനോട് ഡൗട്ട് ക്ലിയർ ചെയ്യൂല. അപ്പം കുട്ടികൾക്ക് ആ ഡൗട്ട് ഉണ്ടാകുന്ന കാലത്തോളം കുട്ടികളുടെ പഠനത്തിലൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യില്ല, കുട്ടികൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റൂല. ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഒരു കുട്ടിയും ടീച്ചർ എന്ന രീതിയിലായിരിക്കും ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അറ്റൻഷനും നമ്മളെ കുട്ടിക്ക് കിട്ടും. ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എല്ലാ ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. ഇവർ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അക്കാദമിക് കലണ്ടർ സെറ്റ് ചെയ്യും, ഏതൊക്കെ പോർഷൻസ് ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ പാരൻസിനും കൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസ് ഇവർ കുട്ടികൾക്ക് കൊടുക്കും. നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, ചാപ്റ്റർ ടെർമിനൽ വൈസസ് എക്സാംസ് അതെല്ലാം ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സാമിൻ്റെ ടൈമിൽ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സസും ഓൺലൈൻ പാരൻസ് മീറ്റിങ്ങും എല്ലാം ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, കുട്ടികളുടെ പഠനത്തിൽ നല്ലൊരു റിസൾട്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെയില്ലേ നമുക്കിപ്പം കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാനും പറ്റും. ഒരു ഡെമോ ക്ലാസ് വെച്ചിട്ട് കുട്ടിക്ക് ആ ടീച്ചർ ഓക്കെ ആണ് എങ്കിലും മാത്രമേ ആ ടീച്ചറെ വെച്ചിട്ട് ഇവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇല്ലേ എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റിലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണമെന്നില്ല. ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റ് മാത്രമായിരിക്കും വീക്ക് ഉണ്ടാവുക, ബാക്കിയുള്ളതെല്ലാം നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതാ സബ്ജക്റ്റിലാണോ അവർ വീക്കായത് ആ സബ്ജക്റ്റ് മാത്രം എടുത്തിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇങ്ങനത്തെ സബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിൽ ബേസിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഏതിലാണോ അവർ ബാക്കിലായ ആ വിഷയങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ക്ലാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠന കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും കേട്ടോ. പിന്നെ ചില പാരൻസ് ചോദിക്കുന്നതാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോയി മദ്രസയിൽ പോയി പിന്നെ കുട്ടികൾക്ക് ട്യൂഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബിസി ആവില്ല, കുട്ടികൾക്ക് റെസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്നല്ല. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അവർക്കൊരു മടുപ്പും കാര്യങ്ങളും ഒന്നും തോന്നൂല. അതുകൊണ്ട് തന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. എന്താ പറയുക, അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അപ്പം നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ദേഷ്യം പിടിച്ച് ഫോഴ്സ് ചെയ്തിട്ടെല്ലാം പഠിപ്പിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇങ്ങനൊരു ട്യൂഷൻ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇൻ്റർവെല്ലിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്കില്ലേ 50% ഓഫർ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് ഇപ്പം ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഫീസിൽ ഓഫറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വേണ്ടവർ ജോയിൻ ചെയ്തോ. കാര്യം എല്ലാ പാരൻസിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണിത്. ഞാനിത് ഐസ് പോകാൻ വേണ്ടിക്ക് മട്ടനും ചിക്കനും എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ തലേദിവസം തന്നെ തേയിലേക്കുള്ള ഐറ്റംസ് അടക്കം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമില്ല. മട്ടൻ ബിരിയാണിയും എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ തൈര്, പിന്നെ അച്ചാറും ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിന്. അങ്ങനെ അച്ചാറും ഉണ്ട്.
ഇതെല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഇനിയിപ്പം ഒന്നുമില്ല, കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ മാത്രമേ ചെയ്യണ്ടൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടതിന്. ബീഫ് കറി തലേദിവസം ഉമ്മ കൊടുത്തയച്ചതാണ്, ദോശ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാം ഇനി കഴുകിയിട്ട് തന്നെ ക്ലീൻ ആക്കിയതാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴുക്കിയിട്ട് അങ്ങനെ കഴുകിയിട്ട് എടുക്കണം. പിന്നിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം. ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടണം. കമൻറ്റ് ചെയ്യാൻ മറക്കലാന്നെല്ലാം പറയലുണ്ട്. ഇൻഷാല്ല എന്നോട് പണ്ടത്തെ പോലെ തന്നെ വീഡിയോസ് ഷെയർ ആക്കാനെല്ലാം പറയുന്നുണ്ട്. ഇൻഷാല്ല പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. ഞാൻ എപ്പോഴും പറയലുണ്ട്, എന്തായാലും ഞാൻ ശ്രമിക്കും കേട്ടോ പണ്ടത്തെ പോലെ തന്നെ വീഡിയോ ഷെയർ ആക്കാൻ. പിന്നെ ഇൻഷാല്ല അടുത്ത വ്ളോഗ് ഒരു അടിപൊളി വ്ളോഗായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം വാങ്ങിയിട്ടുണ്ടായിന്, ആ വീഡിയോ ആണ്. അതെന്താണെന്നല്ല ഇൻഷാല്ല ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം. ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര സംഭവം, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണിയെല്ലാം റെഡിയാക്കി എടുക്കലാണ്. പിന്നെ ഉമ്മാൻ്റെ വീടിൻ്റെ വീഡിയോസ് എല്ലാം ഷെയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി. ഞാൻ ഓരോന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിനി. പക്ഷേ ഇല്ലേ ബിസിനസ്സിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇൻഷാല്ലാ ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് ഷൂട്ട് ചെയ്തത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ, ഒരുപാട് പേര് മാഷാല്ലാ ഇതിന് ഈ ഒരു വേർമിസെല്ലിൻ്റെ പുഡിങ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ കണ്ടോ കേട്ടോ. നല്ല ടേസ്റ്റുള്ള 3 പുഡിങ്ങാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അത് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പുഡിങ്ങായിട്ടും മധുരമായിട്ടും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പൊതുവേ എൻ്റെ വീട്ടിൽ അങ്ങനെ ഇതിന് കുറേ ആൾക്കാരൊന്നും വരത്തില്ല. കാര്യം ഞാൻ ഫാമിലിയിൽ ചെറിയൊരാളാണ്, എന്താ പറയുക, നമ്മളെല്ലാം 19 കിഡ്സാണ്, നമ്മളെല്ലാം ചെറിയ ആൾക്കാരാണ്. നമ്മൾ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പം മൂത്ത ആൾക്കാരെ വീട്ടിലേക്കായിരിക്കും എല്ലാവരും പോവാം. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലൊന്നും ഇതിനങ്ങനെ ആരും വരുത്ത് കുറവാണ്. പിന്നെ ഇക്കാൻ്റെ ഫാമിലിയിലായാലും ഇക്കാൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്കായിരിക്കും എല്ലാവരും പോവാം. അങ്ങനെ നമ്മൾ ഫാമിലിയിൽ അങ്ങനെയാണ്. ആരാണോ ഫാമിലിയിൽ ഏറ്റവും മുതിർന്നവരുണ്ടാവുക അവർ വീട്ടിലെല്ലാവരും കൂടും. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കര പുഡിങ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരത്തില്ല. പള്ളി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആണുങ്ങന്മാരങ്ങനെ വരുന്നല്ലാണ്ട് പെണ്ണുങ്ങന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടാനാണ് ആഗ്രഹിക്കൽ. അങ്ങനെ മൂത്ത വീട്ടിൽ ഫാമിലിയിൽ മുതിർന്നവരാരാണോ അവരെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടലാണ് പതിവ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിക്ക് അങ്ങനെ പുഡിങ് പായസം അങ്ങനെ ഉണ്ടാക്കേണ്ട വരത്തില്ല എനിക്ക്. അങ്ങനെ പിന്നെന്താ, എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഈദ് എന്താ പറയുക റമദാൻ വ്ളോഗെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന്, എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, കാര്യം സമയമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പിന്നെന്താ, ഞാൻ ഇപ്രാവശ്യം നല്ല തിരക്കിലാണ് ഉണ്ടായിട്ടുണ്ടായിന്, ബിസിനസ്സിൻ്റെ തിരക്കും കാര്യങ്ങളും. പിന്നെ ഒരു പുഡിങ് റെസിപ്പി ചെയ്തതിൽ അതിലൊരുപാട് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. പിന്നില്ലേ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ലൈക്കും ചെയ്യണം. കാര്യം നിങ്ങളെ ലൈക്കും കമൻറ്റും കാണും ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നിൽ ഇനി അങ്ങോട്ട് ഇൻഷാല്ലാ പഴയ പോലെ തന്നെ വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് പഴയ പോലെ വീഡിയോ ചെയ്യണം അങ്ങനെയെല്ലാം. ഇൻഷാല്ലാ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എന്തെല്ലോ തിരക്കെല്ലാം പോകുന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത. കാര്യം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കും കൂടി തോന്നണം എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുക. കാര്യം നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആണ്. ഞാൻ വെറുതെ ചെറുപറ ഒരു വീഡിയോ ചെയ്ത് എല്ലാവരെയും കാണിച്ച് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. അതിലെന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടാവണം, അത് നിങ്ങൾക്ക് യൂസ് ആവണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെന്തെങ്കിലും ഒരു കാര്യം ആഡ് ചെയ്യലുണ്ട്. ഞാൻ കൂടുതൽ ഫാമിലി മെമ്പേഴ്സിനൊന്നും ആരും അങ്ങനെ കാണിക്കലില്ല. കാര്യം കാണിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അവരെ ഒരു പ്രൈവസി ഞാൻ കളയുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും സമ്മതമെല്ലാം തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ ഒരു മടിയാണ്. ഇൻഷാല്ലാ അത് ഞാൻ മാറുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോസിലെല്ലാം അവരെല്ലാം കാണിക്കും. അങ്ങനെ എനിക്കെന്തോ ഒരു മടിയാണ്. ഞാൻ റമദാനിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയ വീഡിയോസെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ കോലത്തിലായിരിക്കില്ല ഉണ്ടാവുക. ചിലർ തട്ടം താല് വീണിട്ടുണ്ടാവും, ചിലർ കൈ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം ശ്രദ്ധിക്കണ്ടേ. നമ്മളാകുമ്പോൾ നമുക്കതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ ഫുൾ സ്കാർഫ് ചെയ്ത് നമ്മൾ ബോഡി മൊത്തം കവർ ചെയ്ത്, എനിക്കാണെന്നുണ്ടെങ്കിൽ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം. എൻ്റെ ബോഡീൻ്റെ ഭാഗങ്ങളൊന്നും കാണിക്കൽ ഇഷ്ടം കുറവാണ്. എന്നാലും ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം കാണും. എന്നാലും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിക്കലുണ്ട്. എന്നാലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്തായാലും ഡ്രസ്സ് ചെയ്യാനൊന്നും കഴിയൂല. ഏതെങ്കിലും ഒരു ഭാഗങ്ങളെല്ലാം കാണും എന്തായാലും. അങ്ങനെ
ചില ഡ്രസ്സിലെല്ലാം എന്തായാലും നമ്മൾ എത്ര ലൂസ് ഇട്ട് കഴിഞ്ഞാലും ബോഡി ഷേപ്പെല്ലാം കാണും. എന്നാലും മാക്സിമം അത് കാണാണ്ടിരിക്കാൻ ശ്രമിക്കലുണ്ട്. ഞാൻ ഭയങ്കര നല്ലതായതുകൊണ്ടൊന്നുമല്ല, ചെറുതിൽ ഇഷ്ടം അങ്ങനെ കുറച്ച് കവർ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാവണമെന്നില്ല. ചിലർ മുടി കാണുന്നുണ്ടാവും, നല്ല ടൈറ്റ് ഡ്രസ്സ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് അവർക്കൊരു നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗങ്ങളെല്ലാം പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവോ അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ ആരെയും ഷെയർ ആക്കാത്ത, എൻ്റെ മക്കളെ പോലും ഷെയർ ആക്കാത്ത എന്നിട്ടാണ് കേട്ടോ. ഞാൻ അധികം ഇത് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഡിലീറ്റ് ചെയ്യലാണ്. കാര്യം മക്കൾ പറയും നമ്മൾ ആ ഫേസ് കണ്ടിന് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറയും. ഞാൻ അധികം അവരെ ബാക്ക് ഭാഗം മാത്രമൊന്ന് ഷൂട്ട് ചെയ്യൽ, അന്നേരം എനിക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിലൊന്നും ആരെയും ഉൾപ്പെടുത്താത്തത്. ഇൻഷാ അല്ലാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുന്ന വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും കേട്ടോ. വീഡിയോസ് അങ്ങനെ ചെയ്യൽ മോശമൊന്നും അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കൂലേ. ചിലർക്ക് ഒരാളുടെ പ്രൈവസി കളയുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഓട്ടത്തിലായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അല്ലെങ്കിൽ ഇത് വ്ളോഗിലെല്ലാം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടെല്ലാം ചെയ്യുമ്പം നല്ല രസമുണ്ടാവും, അതുപോലെ നല്ല റീച്ചെല്ലാം ഉണ്ടാവും നമ്മുടെ ചാനൽ. ഫാമിലി മെമ്പേഴ്സിനെ മൊത്തം ഉൾപ്പെടുത്തിയിട്ട് അവരെ കളിയും ചിരിയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും വീഡിയോസ് കാണാൻ. അതുപോലെ നമ്മളെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ പക്ഷേ എല്ലാവരും സ്കാഫ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ എനിക്കൊരു മടിയാണ് ചെയ്യാൻ വേണ്ടിക്ക്. അവരെ ഒരു ഔറത്ത് കാര്യങ്ങൾ ഞാൻ പുറത്ത് കാണിച്ചു എന്നുള്ളൊരു ടെൻഷനായിരിക്കും. പിന്നെ ആ വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അധികം വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യലുണ്ട്. അങ്ങനെ പിന്നെന്താ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നോട് പറയലുണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യണം. എനിക്കും ഇഷ്ടം തന്നെയാണ് അങ്ങനത്തെ വീഡിയോസ് കാണാനും, എനിക്കിഷ്ടം കൂടുതൽ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയുക, പുറത്ത് പോകുമ്പം എവിടെ ആയാലും ഭയങ്കര സ്കാർഫ് ചെയ്ത് ഭയങ്കര അച്ചടക്കില്ല ആളായതുകൊണ്ടൊന്നും അല്ല കേട്ടോ പറയുന്നത്. മാക്സിമം അങ്ങനെ ആവാൻ ശ്രമിക്കലുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോരോ രീതിയിലായിരിക്കില്ലേ ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ ചിലർക്ക് എൻ്റെ ചിന്താഗതി തെറ്റായിട്ട് തോന്നാം, ചിലർക്ക് എൻ്റെ ചിന്താഗതി ശരിയായിട്ട് തോന്നാം. അത് ഓരോരുത്തരും ജനിച്ച് വളർന്ന ഒരു രീതി അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം ഇതാ അതിനിടയിൽ എൻ്റെ എന്താ പറയുക മസാല റെഡിയായി, നെയ്ച്ചോറ് റെഡിയായി. അതുപോലെ തന്നെ ഞാനില്ലേ തൈര് ഉണ്ടാക്കിയെടുത്ത് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ ഹെൽപ്പും ചെയ്തിട്ടുണ്ടായിന്. കാര്യം നല്ല തിരക്കെല്ലാവുമ്പോൾ എന്തായാലും ഹെൽപ്പ് ചെയ്യലുണ്ട്. അധികം ഞാൻ ആരോട് ഹെൽപ്പ് ചോദിക്കലില്ല. പക്ഷേ എന്താ പറയുക, മക്കളെ സഹായിക്കൂല എന്നുള്ള ചോദിക്കലുണ്ട്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കിച്ചണിലുണ്ടാവും. പക്ഷേ എനിക്ക് തന്നെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാനാണ് കൂടുതലിഷ്ടം. ഇപ്പം പിന്നെ വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യൽ തന്നെയാണ് കൂടുതലിഷ്ടം. പിന്നെ ഇന്നാണെങ്കിൽ നല്ല തിരക്കുണ്ട്. കാര്യം എൻ്റെ ഫാമിലിയിൽ പോകണം, നമ്മളെ ഫാമിലിയിൽ പോകണം. രാവിലെ തന്നെ നമ്മൾ കാരണം ഫാമിലിയിലെല്ലാം പോക്കുണ്ട്. കാര്യം പിന്നെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. കാര്യം അവരെല്ലാം അവരുടെ ഫാമിലി എന്താ പറയുക ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലായിടത്തും പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മളെല്ലായിടത്തും കയറി ഇറങ്ങലുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ദം ചെയ്യാനിട്ട് കൊടുക്കലാണ്. ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു പുഡിംഗ് റെസിപ്പി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടോക്കാം. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു സൽവാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോട്ടാ. പിന്നെന്താ, ബിരിയാണി റെസിപ്പിയെല്ലാം ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന് ഇർഫാന ഷംഷീർ ബിരിയാണി റെസിപ്പി, മന്തി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പം ഇതൊരു 20 മിനിറ്റ് ദം ചെയ്യാൻ വെക്കും. അവസാനമായിട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ബിരിയാണിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കലാണ്. ഇത് നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈയും ബിരിയാണിയും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ടായിന്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പിന്നെന്താ, ഇനിയിപ്പം മിക്ക എല്ലാവർക്കും കൂടി വിളമ്പി പിന്നെ പുറത്തു പോവും. അത്രക്കെല്ലാം തന്നെയാണ്. ഈ ഒരു ഇത് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ലൈക്കും കമൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യണേ. പിന്നെ മൻഹ ഉണ്ടായിട്ടില്ല. മൻഹ ഉമ്മാൻ്റെ വീട്ടിലാണ് ഇല്ലേ. ഉമ്മാൻ്റെ കൂടെ ഉമ്മക്ക് അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഉമ്മ മൻഹാനോട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൻഹ ഉമ്മാൻ്റെ കൂടെയാണ് ഇല്ലേ. ഇനിയിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും, നമ്മൾ അങ്ങോട്ടേക്ക് പോവും. അങ്ങനെ പിന്നെ ഫാമിലിയിലെല്ലായിടത്തും പോവും. അതെല്ലാം തന്നെയാണ് ഈദ് വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇപ്രാവശ്യം രാത്രി എന്താ പറയുക പുറത്ത് കണ്ണൂർ എവിടെയും പോയിട്ടൊന്നുമില്ല. വെറുതെ ഒരു നൈറ്റ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയി ഒരു
എന്താ പറയുക ലണ്ടൻ ഡയറിക്ക് ചൊക്കോബാറും കാര്യങ്ങളെല്ലാം കഴിച്ച് അത്രക്കെല്ലാം തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിന്. മാഷാ അല്ലാ നല്ല എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിന് മൈസാൻ്റെയും മൻഹാൻ്റെയും ഡ്രസ്സ് കാണാൻ വേണ്ടിക്ക്. പിന്നെ എൻ്റെത് എനിക്ക് ഭയങ്കര ഹെവി വർക്കായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൽവാർ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിന്. കാര്യം എനിക്ക് അത്രയും ഹെവി വർക്കുള്ളത് ഇട്ടിട്ട് നല്ല രസം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബ്സിൽ യൂസ് ചെയ്യുക അവർ ഷാൾ ഇടുമല്ലോ നിൽക്കില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഹെയർ കാണിച്ചിട്ട് ഷാളിടും, കമ്മലും കാര്യങ്ങളെല്ലാം കാണിച്ച് കുറച്ച് ഹെയറെല്ലാം പുറത്ത് കാണുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഓവർകോട്ട് ആ ഒരു കോട്ട് വരുന്നത് വലിയ സൈസിലായിരിക്കും. അപ്പോൾ നമ്മളെ ഫേസും എന്താ പറയുക നല്ലോണം ചുറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് ഫീലായിട്ട് തോന്നിയിട്ടില്ല. നല്ല രസമുള്ള ഡ്രസ്സെല്ലാം തന്നെയാണ്. ഉമ്മക്കിൽ എന്തെങ്കിലും നല്ല ട്രെൻഡിങ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉമ്മ എന്തായാലും അത് വാങ്ങലുണ്ട്. മക്കളുടെ ഡ്രസ്സ് നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിക്ക്. എൻ്റെ എനിക്ക് എന്താ പറയുക നല്ല വർക്കായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടെടുക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ മാറ്റിയിട്ട് എന്താ പറയുക എൻ്റെ സൽവാർ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കലാണ്. എനിക്കിത് 2 മാസം മുന്നേ തിരുവനന്തപുരം അങ്ങനെ പോയതായിരുന്നു മാളൊന്നും അങ്ങനെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയ ഷർട്ടും പാൻറ്റും ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു കളറിൽ തന്നെ എല്ലാവരും ഏകദേശം ഒരു കളറിൽ തന്നെ വന്നിട്ടുണ്ടായിന്. മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെല്ലാം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.